നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 17:1. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. യഹോവയോട് എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ യാചനകളും എല്ലാം കേൾക്കണമേ എന്ന് പറയുന്നതാണ്. അതായത് ദൈവത്തോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവിടെയൊക്കെയും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതും അതുപോലെ തന്നെയാണ് ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറയുന്നതാണ്. ഇവിടെയും എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണം, എൻ്റെ യാചനകൾ ചെവിക്കൊള്ളണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യഹോവയോട് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ പറയണം. ദൈവത്തോട് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ മാത്രമേ അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. അതിനു മുൻപ് നമുക്കൊരു കോള് വരുന്നുണ്ട്. ആരാണെന്നോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയത്ത് നിന്നാണല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഇപ്പോൾ ആരുമില്ല മോനെ, ഞാൻ മാത്രമേ ഉള്ളൂ. ആൻറ്റി ഒറ്റയ്ക്കാണല്ലേ? അതെ. അപ്പോൾ ആൻറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ മോനെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവരുവാൻ പോയപ്പോൾ ചണവസ്ത്രം ധരിച്ചു പോയവർ ആരെല്ലാമായിരുന്നു? യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവരുവാൻ പോയപ്പോൾ ചണവസ്ത്രം ധരിച്ചു പോയവർ ആരെല്ലാമായിരുന്നു? സംഗീത പ്രമാണിയായ ആരായിരുന്നു? കെനാന്യാവ്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ദാവീദ്. വേറെ? പെട്ടക വാഹകന്മാർ ആരൊക്കെയായിരുന്നു? ലേവ്യർ. അപ്പൊ ദാവീദ്, അതെ, ആൻസർ കറക്റ്റ് ആണ്. ദാവീദ്, പെട്ടക വാഹകന്മാരായ ലേവ്യർ, ഗായകർ, സംഗീത പ്രമാണിയായ കെനന്യാവ്. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇസ്രായേല്യർ യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? കാഹളനാദത്തോടും കൈത്താളങ്ങളുടെ ധ്വനിയോടും കൂടെ. അതെ, കറക്റ്റ് ആണ്. കിന്നരവും വീണയും വായിച്ചുകൊണ്ട്. അതെ, കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ആർപ്പോടും കൊമ്പ്, കാഹളം എന്നിവയുടെ കൈത്താളങ്ങളോടും കിന്നരം, വീണ എന്നിവയുടെ ശബ്ദത്തോടും കൂടെ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ എത്തിയപ്പോൾ കിളിവാതിലിലൂടെ നോക്കിയത് ആരാണ്? ശൗലിന്റെ മകളായ മീഖൽ. അതെ, കറക്റ്റാണ്. ശൗലിന്റെ മകളായ മീഖൽ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി ആന്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? യോഹന്നാനെ കുറിച്ച് പറയാം. യോഹന്നാൻ. ഓക്കെ. യോഹന്നാന് ദ്വീപില് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് 3-ാം സ്വർഗത്തോളം സ്വർഗത്തിന്റെ വെളിപ്പാട് ദൈവം കൃപയാല് ആ പ്രിയ അദ്ദേഹത്തിന് കൊടുത്തു. സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ആ വിധവാസിന് കിട്ടുവാനിടയായി. അത് ആ ലേഖനത്തിൽ കൂടെ നമ്മളെ അറിയിക്കുകയും ചെയ്തു. അതാണ് എനിക്ക് യോഹന്നാനെ കുറിച്ച് ഉള്ള ഒരു, നമുക്കൊക്കെ വായിച്ചുള്ള അറിവുള്ളൂ, എന്നാൽ നേരിട്ട് കാണാൻ ദൈവം കൃപ ഒരു വ്യക്തിയാണ്. പത്മശ്രീയിലെ ആ തലവറയില് ആരും ഇല്ലാത്ത, ആരും ഒരു
അത്രയും ഹെൽപ്ലെസ് ആയിട്ട് കഴിയുന്ന സമയത്ത് സാക്ഷാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മകന്റെ കൂടെ ഇറങ്ങിച്ചെന്ന് നിന്റെ മകനെ വലിയൊരു ദർശനത്തിൽ ആശിപ്പിച്ചതായിട്ടും അത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വായിച്ചേക്കണം. അതെ. അപ്പോൾ യോഹന്നാനെ കുറിച്ച്, യോഹന്നാൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആൻറ്റി പറഞ്ഞത്. അത് നമ്മൾ ഓർക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മളത് ചിന്തിക്കുന്നു എന്നൊക്കെ ആൻറ്റി പറഞ്ഞു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ കിളിവാതിലിലൂടെ കണ്ടത് എന്തായിരുന്നു? ദാവീദ് രാജാവ്. അതെ, ആൻസർ കറക്റ്റാണ്. ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ടു. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ സാറാമ്മ ജോസഫ് ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആൻറ്റി ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ട് പാടി. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ദൈവം നമ്മുടെ ന്യായത്തെ കേൾക്കണമേ എന്നാണ് ഞാനിന്ന് ആദ്യം പറഞ്ഞ വചനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ദൈവമായാലും നമ്മുടെ ജീവിതത്തിലായും ന്യായത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും 3 മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഇതിൽ അച്ഛൻ പുള്ളിക്കാരൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മയും 3 മക്കളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ എപ്പോഴും അച്ഛൻ പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് വേണ്ടി അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മക്കളോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ 3 മക്കളും നമുക്കറിയാം, എപ്പോഴും വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 3 കുട്ടികളും എപ്പോഴും വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അമ്മ വീട്ടിൽ കിച്ചണിൽ നിന്ന് ചെറിയ ജോലികളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിൽ 3 പേരും ചേർന്ന് അവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 3 പേരും തമ്മിൽ വളരെ വലിയൊരു വഴക്കുണ്ടാകുന്നു. അപ്പോൾ സാധാരണ എല്ലാ വീട്ടുകളിലും അമ്മ വന്ന് വഴക്ക് പറയുന്ന പോലെ ആദ്യം അമ്മ വന്നൊന്ന് വഴക്ക് പറഞ്ഞു. പക്ഷേ വീണ്ടും ഇവർ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ല. ഈ 3 പേരും ചേർന്ന്, 2 സഹോദരിമാരും സഹോദരനും ചേർന്ന് നല്ലതുപോലെ വഴക്കായി. അപ്പോൾ എന്താണെന്ന് കാര്യം കേൾക്കാതെ അമ്മ വീണ്ടും ഓടി വന്നിട്ട് 3 പേരെയും ഒരുപോലെ തല്ലുകയായിരുന്നു. അപ്പോൾ 3 പേർക്കും വളരെയധികം വിഷമമായി. അപ്പോൾ അമ്മ വീണ്ടും 3 പേരെയും വഴക്ക് പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, അതിനുവേണ്ടി വിദേശത്താണ് ജോലി ചെയ്യുന്നത്, നമ്മളോടുള്ള സ്നേഹവും നമ്മളോട് ഒരുമിച്ച് ജീവിക്കണം, ഇതൊക്കെ അച്ഛൻ മാറ്റിവെച്ചിട്ട് വേണം നമുക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും 3 പേരെയും തല്ലുകയായിരുന്നു ചെയ്തത്. അപ്പോൾ 3 പേർക്കും ഒരുപോലെ വിഷമമുണ്ടായി. പക്ഷേ ഇതിൽ ഏറ്റവും ഇളയ കുഞ്ഞ് അമ്മ വീണ്ടും ഇങ്ങനെ തല്ലുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, അമ്മ ഇനി ഞങ്ങളെ തല്ലരുത്, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഏറ്റവും ഇളയ മോള് അമ്മയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോള് വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സോണി എന്നാണ്. സോണി, ചേട്ടൻ എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ മാന്നാർ പാവുക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്. മാന്നാർ നിന്നാണല്ലേ? ചേട്ടൻ ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലേ? ആ ഉണ്ട്, വിളിക്കാറുണ്ടായിരുന്നു. സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ, പോവാം. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് അവൻ്റെ ഭാര്യ മീഖൾ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അതെ, ആൻസർ കറക്റ്റാണ്. അവൾ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ഓക്കെ, ഇന്ന് ചേട്ടനൊരു പാട്ട് പാടുന്നുണ്ടോ? ആ, പാടാം. ഓക്കെ, ഒരു 4 വരി പാടിക്കോളൂ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ.
ആശതന്നോടെന്നുമെന്നിൽ വർഷിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാനെന്നും സാധ്യമോ? ആശുതന്റെ കൂടെ വാഴാനെന്നു സാധ്യമോ? യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടി. താങ്ക് യു. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്ന ശേഷം എവിടെയാണ് വെച്ചത്? കൂടാരത്തിനകത്ത് വെച്ചു. അതെ, ആൻസർ കറക്റ്റാണ്. ദാവീദ് അതിനായി ഉണ്ടാക്കിയിരിക്കുന്ന കൂടാരത്തിനകത്ത്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി ബൈബിളിൽ യേശുക്രിസ്തു ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? അത്ഭുത പ്രവൃത്തി ലാസറിനെ ഉയർപ്പിച്ചതല്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടത്? ലാസർ ഒരു സാധുവായിട്ടുള്ളൊരു മനുഷ്യനല്ലായിരുന്നു. ആ ലാസറിനെ ദൈവം ഉയർപ്പിച്ച് അതൊരു അത്ഭുതമാക്കി തീർത്തു. ഓക്കെ, ആ ഒരു വളരെ വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ് നടന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യേശു അവിടെ വന്നത്. അതിനുശേഷം ലാസറിനെ ഉയർപ്പിച്ചത് ആ ഒരു ചുറ്റുപാടുമുള്ള എല്ലാവർക്കും യേശുവിനെ കുറിച്ച് അറിയുവാനും അവർക്കെല്ലാവർക്കും യേശുവിലുള്ള ഒരു വിശ്വാസം കുറച്ചും കൂടെ വലുതായി തീരുവാനും ആ ഒരു അത്ഭുത പ്രവൃത്തി കാരണമായി തീർന്നല്ലേ? ഓക്കെ, ഇതെല്ലാം വളരെ വലിയൊരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ചാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ദൈവത്തിന്റെ പെട്ടകം കൂടാരത്തിനകത്ത് വെച്ച ശേഷം അവർ ദൈവത്തിന്റെ സന്നിധിയിൽ എന്താണ് അർപ്പിച്ചത്? ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. അതേ, ആൻസർ കറക്റ്റാണ്. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും. ഓക്കെ, ഇനി ബൈബിളിലെ ഒരു വചനം കൂടി പറയാമോ? പറയാം. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ച ശേഷം ദാവീദ് എന്താണ് ചെയ്തത്? ജനത്തെ അനുഗ്രഹിച്ച് യഹോവയുടെ നാമത്തിൽ. അതെ, ആൻസർ കറക്റ്റാണ്. ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. കറക്റ്റാണ് കേട്ടോ. എന്തായാലും 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ മാന്നാറിൽ നിന്നും സോണി ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ടുപാടി. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു വീട്ടിൽ നടന്ന ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ഒരു കാരണവും കൂടാതെ എന്താണ് നടന്നത് എന്ന് പോലും ചോദിക്കാതെ അമ്മ 3 പേരെയും ഒരുപോലെ തല്ലിയപ്പോൾ ഇളയ മോൾക്ക് ഒത്തിരി വിഷമമായി. അപ്പോൾ ഈ മകൾ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് ഞങ്ങൾ 3 പേരും തമ്മിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായതെന്നും അമ്മ ആദ്യം ഒരിക്കൽ വഴക്ക് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വഴക്കുണ്ടാക്കിയ കാരണം എന്താണെന്നും അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് മകളുടെ ഇത്തരത്തിലുള്ളൊരു ചോദ്യം കേട്ടപ്പോൾ ആദ്യം അമ്മ ഒന്ന് പകച്ചുപോയി. കാരണം ഒരിക്കലും തൻ്റെ മകൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നോട് ചോദിക്കുമെന്ന് ഈ അമ്മ കരുതിയിരുന്നില്ല. അപ്പോൾ വീണ്ടും ഈ മകൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഞങ്ങൾ 3 പേരും തമ്മിൽ തല്ലുണ്ടായത്? എന്തിനാണ് അമ്മ ഞങ്ങളെ തല്ലിയത്? ഇതിനുള്ള കാരണം അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മറുപടി ഇല്ല. അപ്പോൾ മകൾ പറയുന്നുണ്ട്, അമ്മ ഞാനോ ചേച്ചിയോ അല്ല അതിനുള്ള കാരണം. ചേട്ടനാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടാക്കാനുള്ള കാരണം. ചേട്ടനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ എന്തിനായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടായത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ തല്ല് കിട്ടില്ലായിരുന്നു.
അപ്പോൾ ഞാനാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അമ്മ എന്നെ മാത്രം വഴക്ക് പറയുക, എനിക്ക് തല്ല് കിട്ടുക, ബാക്കിയുള്ളവർ ഉപദേശിച്ചാൽ അത് ഓക്കെയാണ്. അല്ലാതെ നമ്മളെ 3 പേര് ഒരുപോലെ തല്ലിയാൽ നമുക്കത് എപ്പോഴും ദുഃഖമുണ്ടാകും. കാരണം അമ്മ എപ്പോഴും നമ്മളെ തല്ലുകയാണല്ലോ എന്നൊരു ചിന്തയുണ്ടാകും. ഇനി അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോലും അമ്മ ചെറുതായിട്ടൊന്ന് തല്ലുക മാത്രമേ ചെയ്യത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും സംഭവിക്കുകയില്ല എന്നൊരു ചിന്തയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഈ മകൾ അമ്മയോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതുമല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ചേട്ടന് പ്രശ്നമുണ്ടാക്കിയത്, അതിനുള്ള കാര്യം തിരക്കിയിട്ട് ചേട്ടനെ വിളിച്ചുകൊണ്ട് ഒന്ന് മാറി നിർത്തി സംസാരിച്ച് ആ കാര്യമൊക്കെ ഒന്ന് ഓക്കെ ആക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും മകൾ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ മകൾ വീണ്ടും പറയുന്നുണ്ട്, അമ്മ എന്നെപ്പോലെ തന്നെയാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, ഇങ്ങനെയുള്ള അമ്മമാരുടെ സ്വഭാവം നമുക്ക് ഒരുപാട് ദുഃഖത്തിന് കാരണമുണ്ടാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഉടനെ അമ്മ തല്ലുമ്പോൾ എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയാണ്, എന്ത് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയാലും അതിന് വലിയ പ്രശ്നമായാലും ചെറിയ പ്രശ്നമായാലും അമ്മ ഒന്ന് തല്ലും, അതിൽ കൂടുതൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നൊരു ചിന്താഗതി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഞങ്ങൾ 3 പേരും തമ്മിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ അതിനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അത് എങ്ങനെ സോൾവ് ചെയ്യണം അത് മാത്രം പറഞ്ഞു തരിക. അല്ലെങ്കിൽ ആരാണോ പ്രശ്നക്കാർ അവരെ മാത്രം തിരുത്താൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഈ മകൾ അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ 3 മക്കളിൽ ഏറ്റവും ചെറിയ മകൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. അതുപോലെ തന്നെയാണ് തൻ്റെ മകൾ പറഞ്ഞതായാലും തൻ്റെ തെറ്റാണ്, അത് തിരുത്തണമെന്നൊരു ചിന്ത ഈ അമ്മയുടെ ജീവിതത്തിലും ഉണ്ടാകുന്നു. നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ജോബിൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ജോബിനും അച്ഛനും അമ്മയും. ജോബിൻ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യഹോവയ്ക്ക് ഒരു ആലയം പണിയുന്നതിനെ കുറിച്ച് ദാവീദ് ആരുമായിട്ടാണ് ആലോചന നടത്തിയത്? അതെ, ആൻസർ കറക്റ്റാണ്. നാഥാൻ പ്രവാചകനുമായി. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? ഒരു 4 വരി പാടിക്കോളൂ. അവൻ വല്ലഭൻ, അവന്റെയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവന്റെയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും ബഹുമാനം ശക്തിയും ബലവും എന്നേക്കുവിനും. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് യഹോവ ദാവീദിനെ എവിടെ നിന്നുമാണ് എടുത്തത്? അതെ, ആൻസർ കറക്റ്റാണ്. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മേച്ചിൽ പുറത്തു നിന്ന്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചോദ്യം. യഹോവ ദാവീദിന്റെ നാമം ആരുടെ നാമം പോലെ ആക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്? മഹാന്മാരുടെ നാമം പോലെ. അതെ, ആൻസർ കറക്റ്റാണ്. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ. ഓക്കെ, ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? യഹോവയെ വാഴ്ത്തുക, എന്റെ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഓക്കെ, യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനെ കുറിച്ചാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്. ദാവീദ് സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും യഹോവ അവനോട് കൂടെ ഇരുന്ന് അവന് ചെയ്ത സഹായം എന്തായിരുന്നു? അതെ, ആൻസർ കറക്റ്റാണ്. അവന്റെ സകല ശത്രുക്കളെയും അവന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞു.
അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ജോബിനാണ് വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു വീട്ടിലെ അമ്മയും ആ 3 മക്കളെയും കുറിച്ചാണ്. അപ്പോൾ മകളിലെ ചില ചോദ്യങ്ങൾ, എങ്ങനെയാണ് മാതാപിതാക്കൾ പെരുമാറേണ്ടത്, ന്യായം എവിടെയാണോ അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത്, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ആ അമ്മയുടെ മനസ്സ് മാറ്റുന്നതിന് ഇടയായി. ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായാലും നമ്മൾ എന്ത് കാര്യത്തിനും പ്രതികരിക്കുന്നതിന് മുൻപ് എന്താണ് നടന്നതെന്ന് കറക്റ്റായിട്ട് എപ്പോഴും അന്വേഷിക്കണം. അങ്ങനെ നമ്മൾ എപ്പോഴും എല്ലാ കാര്യവും ക്ലിയറായിട്ട് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.